നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതീവ ദുഃഖകരമായ ഒരു ദിവസമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം അമയഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയിയുടെ മൃതദേഹം 48 മണിക്കൂറിലെ തെരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. തകരപ്പറമ്പിലുള്ള ചിത്രാ ഹോമിന്റെ പിൻവശത്തുള്ള കനാലിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഏകദേശം 46 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കനാലിൽ പൊങ്ങുകയെന്നും ഏതായാലും ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. സർക്കാർ മുഴുവൻ ഇതിന്റെ തെറ്റുകളും റെയിൽവേയുടെ മേൽ ചാരുമ്പോൾ ഈ ഒരു അപകട മരണം ഉണ്ടായതിനു ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ റെയിൽവേയും. ഏതായാലും തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത. ആ പദ്ധതി പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശുചീകരണ തൊഴിലാളി മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒഴുകിപ്പോയ സംഭവം. കോടികൾ മുടക്കിയ പദ്ധതികൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാം. മാലിന്യവാഹിനിയായ ആമയിഴഞ്ചാൻ തോടിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം തന്നെ ജലരേഖയായതിന്റെ തെളിവാണ് ജോയിക്കായുള്ള തിരച്ചിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ മലയാളി കണ്ട ദൃശ്യങ്ങൾ. തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അനന്തയുടെ പരാജയമാണ് ഈ ദുർഗതിക്ക് കാരണം. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരങ്ങൾക്ക് മുകളിലാണ് നഗരം കെട്ടിപ്പടുത്തത്. വീടുകളിൽ നിന്നുള്ള മാലിന്യവും കടകളിൽ നിന്നുള്ള തെർമോക്കോളും കമ്പിയും മുതൽ കക്കൂസ് മാലിന്യം വരെ തോട്ടിൽ അടിഞ്ഞുകൂടുന്നു. റെയിൽവേ തള്ളുന്ന മാലിന്യത്തിനും കയ്യും കണക്കുമില്ല. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത. തമ്പാനൂർ, ചാല, പഴവങ്ങാടി മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാക്കുന്ന പല കയ്യേറ്റങ്ങളും ഓപ്പറേഷൻ അനന്ത ഒഴിപ്പിച്ചു. ഓടകൾക്ക് മുകളിലെ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു മാറ്റി പഴയ വീതിയിൽ ഓടകൾ പുനർനിർമ്മിച്ചു. വെള്ളം ഒഴുകി പോകാനുള്ള ചാലുകളും തോടുകളും നവീകരിച്ചു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുക, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നിവയെല്ലാം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിരുന്നു. എന്നാൽ വൻകിട കയ്യേറ്റങ്ങളിലേക്ക് അനന്ത കടന്നതോടെ ഓപ്പറേഷൻ നിലച്ചു. തൈക്കാട്ടിൽ നിന്ന് അടക്കമുള്ള നീർച്ചാലുകൾ ആമയിഴഞ്ചാൻ തോട്ടിൽ ചേർത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി പരിഹരിക്കാവുന്ന 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോലുമായില്ല. തുടങ്ങി വെച്ചതെല്ലാം അതോടെ പാഴായി. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യവും മണ്ണും ചെടിയും നിറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നഗരം മഴയിൽ മുങ്ങിയതോടെ വീണ്ടും ആമയിഴഞ്ചാൻ തോട് പുനർജീവനം ചർച്ചയായി. നവീകരണത്തിന് 25 കോടിയാണ് അനുവദിച്ചത്. കോടികൾ തോട്ടിൽ ഒഴുക്കിയതല്ലാതെ ഒന്നും മാറിയില്ല. ഒക്ടോബറിൽ നഗരം മുങ്ങിയപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികളും എവിടെയും എത്തിയില്ല. ആമയിഴഞ്ചാൻ തോട് റെയിൽവേ ട്രാക്കിനിടയിൽ കൂടി കടന്നുപോകുന്ന ഭാഗം വീതി കൂട്ടുന്നതിന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖയിലും വലിയ അട്ടിമറിയാണ് നടന്നത്. പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ഓവുചാലിന്റെ വീതി കൂട്ടാനുള്ള വിശദമായ പദ്ധതി രേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകളെ കുറിച്ച് പോലും ഒരു വിവരവുമില്ല. ഓപ്പറേഷൻ അനന്തയ്ക്ക് രൂപരേഖയായതിന് പിന്നാലെ ഊറ്റുകുഴി മുതൽ കയ്യേറ്റം ഒഴിപ്പിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കിയിരുന്നു. ടണൽ വൃത്തിയാക്കാനുള്ള നീക്കം ആദ്യം റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ഉന്നത തലത്തിൽ ഇടപെടൽ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. ടണലിന്റെ വീതി കൂട്ടാനായിരുന്നു 2ാം ഘട്ടത്തിലെ പ്രധാന ശുപാർശ. പക്ഷേ തുടർ നടപടികൾ സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്നുണ്ടായില്ല. റെയിൽവേ ടണലിന്റെ കാര്യത്തിൽ മാത്രമല്ല, വലുതും ചെറുതുമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിലെ മാലിന്യ നീക്കത്തിനുള്ള തുടർ നടപടികളിലോ തോടിന്റെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിലോ ഒന്നും ഒരു താല്പര്യവും സർക്കാരിന് ഉണ്ടായില്ലെന്നാണ് മുൻ ചീഫ് സെക്രട്ടറി തുറന്നടിക്കുന്നത്. വൻകിട കയ്യേറ്റക്കാർക്കെതിരെ നിയമപരമായ ചെറുത്തുനിൽപ്പിന് പോലും മുതിരാതെ ഭരണ നേതൃത്വം പിൻവാങ്ങി. ഇനിയൊരു ദൃശ്യത്തിലേക്കാണ്. ഓപ്പറേഷൻ അനന്തയുടെ തുടർച്ച എന്ന നിലയിൽ 2018-ൽ റെയിൽവേ ടണലിനടിയിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിലേക്കാണ്. റെയിൽവേയുടെ അനുമതിയോടെ നഗരസഭ ഹിറ്റാച്ചി ഓടിച്ച് മറുകര കണ്ട അതേ ടണലാണ് വർഷങ്ങൾക്കിപ്പുറം സ്കൂബ ഡൈവിംഗ് സംഘത്തിന് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത വിധം ഇടുങ്ങിപ്പോയത്. അതിലാണ് ഇന്ന് ഒരു മനുഷ്യജീവൻ പോയത്.